ഈ കാലഘട്ടത്തിൽ 5 മക്കളെ എങ്ങനെ മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം? ഞാൻ പറഞ്ഞു വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, നിങ്ങൾക്കത് അനുഭവത്തിലൂടെ അനുഭവിച്ചാലേ അറിയുള്ളൂ. അങ്ങനെയാണ് ഞാൻ അവരോട് പറയാറ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ വളർത്താനുള്ള ടെൻഷനുകളൊന്നും ഉണ്ടായിട്ടില്ല. ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ ആളുകൾ ചിന്തിക്കും ഇത്രയും പൈസ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന്. ഇതൊന്നുമല്ല, നമ്മളുടെ മനസ്സാണ് ഏറ്റവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സൊരുങ്ങിക്കഴിഞ്ഞാൽ 5 അല്ല, ഇനി അതിനേക്കാൾ കൂടുതൽ മക്കളുള്ളവർക്ക് പോലും വളരെയധികം സന്തോഷമാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉള്ളത്, ഉള്ള രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ പോകുന്നു. എൻ്റെ പേര് ഷൈജൻ ജോണി. ഇരിഞ്ഞാലക്കുട രൂപതയിൽ മറ്റത്തൂർ കുന്ന് ആണ് ഞങ്ങളുടെ ഇടവക. നിത്യസഹായ മാത ചർച്ച് എന്നാണ് പേര്. ഇത് എൻ്റെ വൈഫാണ്, പേര് സിനി. സിനിയുടെ നാടും ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇരിഞ്ഞാലക്കുട രൂപതയാണ്, കൊമ്പിടിഞ്ഞാമാക്കൽ എന്ന് പറയും. ഞങ്ങൾക്ക് 5 മക്കളാണ്. മൂത്ത മകൾ അനീറ്റ ഷൈജൻ, ആൾ MBBS 4th ഇയർ സ്റ്റുഡൻ്റാണ്. അതിൽ താഴെ ഒരു മകനായിരുന്നു ആൻ്റണി, അവൻ മരണപ്പെട്ടു. മൂന്നാമത്തെ ആൾ സോളമൻ, അവൻ +1 പഠിക്കുന്നു. 4ാമത്തെ ആളും ഞങ്ങൾക്ക് മകനെയാണ് ദൈവം തന്നത്, ആൻ്റണി ഷൈജൻ, അവൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 5ാമത്തെ ആൾ മകളാണ് സേറ ഷൈജൻ, അവൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മൂത്തോള് അനീറ്റ, അവൾ ഞങ്ങളുടെ വീട്ടിൽ അവളില്ലെങ്കിൽ ഒരു അനക്കല്ല എന്നുള്ളത് പോലെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കെയർ ചെയ്യണത് അവളാണ്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. ഇത്ര നാൾ വരെയും നല്ല ഹൈ മാർക്കോട് കൂടി തന്നെയാണ് അവൾ ഈ ലെവലിൽ എത്തിയത്. താഴെയുള്ള എൻ്റെ മോളെ ഞാൻ പ്രസവിച്ചിട്ടു എന്നുള്ളൂ, പക്ഷെ നോക്കിയതൊക്കെ അവൾ തന്നെയാണ്. അപ്പോൾ 2ാമത്തെ മോൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അടുത്തത് ഞങ്ങൾ ആഗ്രഹിച്ച് പേടിച്ച് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിച്ചുണ്ടായതാണ് സോളമൻ. അവന് വീട്ടിൽ എല്ലാ കാര്യങ്ങളും, അവന് കുറച്ച് ക്ലീനിങ് ആണ് അവന് കൂടുതൽ. വീട് എപ്പോഴും ക്ലീനായിട്ടിരിക്കണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണം എന്നൊരു സ്വഭാവക്കാരനാണ് അവൻ. അടുത്തത് ആൻ്റണിയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ 2ാമത്തെ മകൻ മരണപ്പെട്ടു. അപ്പോൾ അവൻ്റെ പേരാണ് ഞാൻ അടുത്തത് മകനിടല്ലേ, അവന് സോളമൻ എന്ന് ഇട്ടവനെ താഴെ ഇനിയൊരു മകനാണെങ്കിൽ ആൻ്റണി എന്ന് ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പിന്നെയും നമുക്ക് ആ ആൺകുട്ടി തന്നെയാണ് തമ്പുരാൻ തന്നത്. അപ്പോൾ അവന് പേര് മരിച്ചുപോയ മകൻ്റെ പേരാണ് ഇട്ടത് ആൻ്റണി. ആൻ്റണി ഷൈജൻ പറയുകയാണെങ്കിൽ ഒത്തിരി കുസൃതിയുള്ളവനാണ്, ഭയങ്കര കുസൃതിയാണ് അവൻ. എന്നാലൊട്ട് ഭയങ്കര സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിൽ താഴെയാണ് നമുക്ക് ഏറ്റവും ചെറുതായ സേറ. കുറച്ച് കോംപ്ലിക്കേഷനിലൂടെയാണ് അവളുടെ ജനനം ഉണ്ടായത്. അങ്ങനെ കുറച്ച് മാനസികമായിട്ടൊക്കെ ഒത്തിരി വിഷമമുണ്ടായി. ഭയങ്കര ന്യൂട്ടിയാണ് അവൾ. ഞങ്ങൾക്ക് ഉണ്ടായ 5 പേരും 5 സ്വഭാവത്തിലുള്ളവരാണ്. ഒരാൾക്കുള്ള ഗുണമല്ല ഒരാൾ കുറച്ച് ഭയങ്കര സൈലൻ്റ് ആണെങ്കിൽ ഒരാൾ കുറച്ച് വയലൻ്റ്, ആ രീതിയിലാണ്. വിവാഹ സമയമായപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് മക്കൾ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇത്രയും സാമ്പത്തിക ശേഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് കാണുന്ന ഈ ഭൗതികമായ അവസ്ഥയിലൊന്നുമല്ലായിരുന്നു. ഇതെല്ലാം തമ്പുരാൻ പിന്നീട് കൂട്ടിച്ചേർത്ത് തന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിനോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു, എനിക്കിങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്, നിൻ്റെയും കൂടെ എന്താണ്. പുള്ളിക്കാരത്തി വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം എല്ലാവരും 1, 2 കൂടെ നിർത്തുന്ന ഒരു സാഹചര്യമാണ്. അവൾ സന്തോഷത്തോടു കൂടി പറഞ്ഞു നമുക്ക് അതിന് ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് നമുക്ക് സപ്പോർട്ടോടു കൂടിയാണ് ഇത്രയും നാൾ മുന്നോട്ട് പോകാൻ പറ്റിയത്, ദൈവത്തിൻ്റെ അനുഗ്രഹവും.
ആൾ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 6 മക്കളുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് 1, 2 എന്നുള്ളത് മുന്നേ തുടങ്ങി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. പിള്ളേരെല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ആ ഒരു അനുഭവം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ പറഞ്ഞപ്പോൾ അതെനിക്ക് വളരെ ഞാനും കൂടി ആഗ്രഹിച്ചൊരു കാര്യമാണെന്നാണ് എനിക്ക് ഞാൻ ചിന്തിക്കാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ അത് അങ്ങനെ തന്നെ വേണമെന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. മക്കളെ ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. മോള് ജനിച്ചു, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും മോളായി. രണ്ടാമത്തത് മോൻ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതാണ് മോൻ. അതുപോലെ തന്നെ ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി അവൻ സ്വർഗത്തിൽ തന്നെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള ജീവിതം തുടർന്നുകൊണ്ട് പോണത്. അവൻ എപ്പോഴും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങളിലുണ്ട്. ഞങ്ങൾ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് മുന്നേ അവൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ, അവൻ്റെ അടുത്തൊരു അനുവാദം ചോദിക്കണ പോലെ ചോദിച്ചിട്ട് തന്നെയാണ് ഇതായത്. മക്കളൊരു ഭാരമല്ല എന്നാണ് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റും. പെട്ടെന്നൊരു മരണാവശ്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ മോളുണ്ടല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തവൻ ഞാൻ പറയാതെ തന്നെ പിള്ളേരായാലും അവർ കാര്യമായിട്ട് തന്നെ അവളെ നോക്കും. എല്ലാ കാര്യങ്ങളും ഭക്ഷണം അടക്കം അവർ ഇപ്പോൾ അവളെ കൊടുത്തോളും. അവളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ അറിയാം. പഠിപ്പിക്കണതായാലും അവർ തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്കൊരു ഭാരം ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ അവർ ചെറിയ ചെറിയ തല്ലുപിടുത്തങ്ങളും പിണക്കാനൊക്കെ അതെല്ലാ കുടുംബത്തിലുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ സോൾവായി എടുക്കുന്നുണ്ട്. അവർ തന്നെ ഒരു സഹിക്കാനുള്ളൊരു ശക്തി എനിക്ക് തോന്നുന്ന മക്കൾ കൂടുതലായി അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾ കൂടുതലായി അങ്ങനെ ഒരു ശീലം അവർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ പപ്പ ഇവിടെ ഇല്ല, സൗദി അറേബ്യയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഫോണില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മക്കൾക്ക് ഒരു കൊറോണയുടെ സമയമായിരുന്നു. ഇപ്പോൾ മക്കൾക്ക് ഫോണിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ക്ലാസ്സിൻ്റെ നോട്ടും കാര്യങ്ങളും ക്ലാസ്സൊക്കെ ആയത് ഞങ്ങൾ ഫോൺ കൊടുത്തിരുന്നു. പക്ഷെ അവർക്കറിയാം അതിൻ്റെ തെറ്റും ശരിയും. ഞങ്ങൾ 10 മണിക്കുള്ളിൽ ഫോൺ പിന്നെ ആർക്കും ഞങ്ങൾ കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് എല്ലാ കാര്യങ്ങളും ഒരുവിധം നോക്കാറ്. എനിക്ക് അറിയാത്ത അവർ പറഞ്ഞു തരും, അവർക്ക് അറിയാത്ത ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്തും പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ ഗുണവും ദോഷവും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല അവർക്കും അതിനെക്കുറിച്ച് രാത്രി ഇപ്പം അവർക്ക് ഉറങ്ങുന്ന റൂമിലേക്ക് നമ്മൾ ഫോൺ കൊണ്ടുപോകാനൊന്നും നമ്മൾ സമ്മതിക്കാറില്ല. അത് ഇവൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഹാളിൽ വെച്ചിട്ടാണ് അവർ ഫോൺ കൊണ്ടുപോവുക. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിന് മുമ്പായാലും ഫോൺ നോക്കുക, അല്ലെങ്കിൽ ക്ലാസ്സുള്ള സമയത്തൊന്നും അങ്ങനെ യൂസ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അവർക്ക് പഠിക്കുന്നതിന് ടൈം പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ അവർക്ക് കുറേ അല്ലാതെ തന്നെ വീട്ടിലൊത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗത്തിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് ചിലപ്പോൾ കൊടുക്കും. ചിലപ്പോൾ ഒരു 1 അവർ പഠിച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നോക്കിക്കോ എന്നുള്ളത്. പിന്നെ അവരേതൊക്കെ മേഖലയിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ തന്നെയാണല്ലോ കഴിയുന്നത്. ഇപ്പോൾ താഴെയുള്ള മോൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ ഫോണിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മൂത്തവരത് പറഞ്ഞ് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഒരു നേരെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒട്ടും കൊടുക്കണ്ടെന്നുള്ളൊരു ഇതിലുള്ളതല്ല എനിക്ക് തോന്നണം. അവർക്ക് ആവശ്യത്തിന് അവർ മൊബൈൽ യൂസ് ചെയ്തോട്ടെ. പക്ഷെ അതിൽ തെറ്റ് ശരി അവർ മനസ്സിലാക്കി അതനുസരിച്ച് നോക്കണം, അത് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അത് മൂത്തവർ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വീട്ടിൽ പറയുകയാണെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഏറ്റവും ചെറുതാണ്. അവൾ ഈ റീൽസുകളൊക്കെ കാണുകയും റീൽസ് ആയിട്ട് അവളും കുറച്ച് റീൽസൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ 8 മക്കളായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ 7 മക്കളായിരുന്നു. ഇവരെല്ലാം വളർന്ന് ചെറിയൊരു വീടുകളിലാണ് അവരൊക്കെ വളർന്നു വന്നത്. ഇന്നത്തെ സാഹചര്യം അതല്ല. പക്ഷെ മക്കൾ ഒരിക്കലും നമുക്ക് ഒരു കൂടുതലുള്ളതുകൊണ്ട് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ 4 മക്കളോ വലിയ 5 മക്കൾ. ഞാനെല്ലാവരുടെ 5 മക്കളെന്ന് പറയാം. ഒരാൾ മരണപ്പെട്ടു എന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കെല്ലാം അതിശയമാണ് ഈ കാലഘട്ടത്തിൽ 5 മക്കളെ എങ്ങനെ മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. നിങ്ങൾക്കത് അനുഭവത്തിലൂടെ അനുഭവിച്ചാലേ അറിയുള്ളൂ. അങ്ങനെയാണ് ഞാൻ അവരോട് പറയാറ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ വളർത്താനുള്ള ടെൻഷനുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ ആളുകൾ ചിന്തിക്കും ഇത്രയും പൈസ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന്. ഇതൊന്നുമല്ല. നമ്മളുടെ മനസ്സാണ് ഏറ്റവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞാൽ 5 അല്ല ഇനി അതിനേക്കാൾ കൂടുതൽ മക്കളുള്ളവർക്ക് പോലും വളരെയധികം സന്തോഷമാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉള്ള രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ പോകുന്നു.
എനിക്കറിയാം എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിലുള്ള സമയത്ത് എന്നും ആരെങ്കിലും വിവാഹത്തിൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു കുട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ പറയും ഇവളുടെ ഫോട്ടോയിൽ എപ്പോഴും ഒരു കുട്ടി അവളുടെ ഒക്കത്ത് ഉണ്ടായിരിക്കും എന്ന് പറയും. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് തോന്നാറ്. എപ്പോഴും നമ്മുടെ മനസ്സൊരു ചെറുപ്പം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതുപോലെ തന്നെ ഇവരുടെ ഒരുമിച്ചുള്ള പോകുമ്പോൾ ഒരുമിച്ച് ഒരേപോലെ ഡ്രസ്സ് ഇടണം, അങ്ങനെ ഇവർ തന്നെ ആ കണക്കൂട്ടലുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ ചില സമയത്ത് പറയാറുണ്ട് നിർത്താറായില്ലേ മതി എന്നൊക്കെ പറയും. പക്ഷേ എനിക്കത് കേട്ടിട്ടൊന്നും തോന്നാറില്ല. ഞങ്ങളുടെ തീരുമാനം, പിന്നെ ദൈവം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു നഷ്ടം ഇന്ന് വരെ ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഉയർച്ചയല്ലാണ്ട് ദൈവം നഷ്ടത്തിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ഇതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഇനി മക്കൾ താല്പര്യമാണ്. പക്ഷെ എനിക്കൊരു ചെറിയ ഇതിൻ്റെ പ്രശ്നമുള്ള കാരണം, പ്രഷറിൻ്റെ ഒരു ചെറിയ വേരിയേഷനും കാര്യങ്ങളുള്ള കാരണം എങ്ങനെയാണെന്ന് അറിയില്ല. കാലത്ത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ചില ദിവസം പിള്ളേർക്ക് വയ്യായും കാര്യങ്ങളും അങ്ങനെ സ്കൂളും ചില ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട്, കുർബാനയ്ക്ക് പോകാറുണ്ട്. ഇവരും പറ്റുന്ന ദിവസങ്ങൾ തന്നെ കുർബാനയ്ക്ക് വിടാറുണ്ട്. എൻ്റെ 2 ആൺമക്കളും ഓൾട്ടർ ബോയ്സിലുള്ളതാണ്. അവരെ ഞാൻ ഇതിൽ വിടാറുണ്ട്. അവർക്കും മടിയൊന്നുമില്ല പള്ളിയിൽ പോകാനും കാര്യങ്ങളും. പക്ഷേ എല്ലാ ദിവസവും ട്യൂഷനും അങ്ങനെയൊക്കെ ആയിട്ട് പറ്റാറില്ല. പറ്റുന്ന ദിവസങ്ങളൊക്കെ അവരെ വിടാൻ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്, പള്ളിയിലൊക്കെ പോകാറുണ്ട്. പിന്നെ ഞാനൊരു കാറ്റിസം ടീച്ചറാണ്. ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നപ്പോഴും ഒരു 12 വർഷത്തോളം ഞാൻ കാറ്റിസം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട് ഞാൻ ഞങ്ങളുടെ മറ്റത്തൂർ സഹായ മതപള്ളിയിൽ കാറ്റിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാലത്ത് പോവും. പിന്നെ ഒരു 8 മണിയാകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. ഒരു 8-8:15 ആകുമ്പോഴേക്കും എല്ലാവരും സ്കൂളിൽ പോവും. പിന്നെയുള്ള സമയം വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയുണ്ട്, അവരുടെ അടുത്തേക്ക് പോവും. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവർ വൈകുന്നേരം വന്നിട്ടുള്ള യുദ്ധങ്ങളാണ്. പക്ഷെ അവരെല്ലാത്തിലും എന്നെ സഹായിക്കണ എനിക്കൊരു ഭാരമാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്കൊരു വയ്യായി കിടന്നാലും അമ്മ കിടന്നോ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരെ അനിയത്തിനെ നോക്കലും എല്ലാം അവർ ചെയ്യണ കാരണം എനിക്കതൊരു പ്രശ്നമായിട്ട്. ആൾ ഇപ്പം നാട്ടിലില്ലെങ്കിലും എൻ്റെ തലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില ദിവസം എൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ആവാറുണ്ട്. പക്ഷെ അവരുടെ ആ സന്തോഷവും അവരുടെ ഒരു എന്നെ സഹായിക്കുന്ന ഒരു മനോഭാവം കാണുമ്പോൾ എനിക്കതൊട്ടും ഫീൽ ചെയ്യാറില്ല. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. രാവിലെ പുള്ളിക്കാരത്തി മക്കളെ പറഞ്ഞയക്കുമ്പോൾ തന്നെ 8:15 ആവും. പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഏജ് ആയവരെ 85ഉം 80 വയസ്സായവരാണ്. അവർ രണ്ടുപേരും തനിയാണ് താമസിക്കുന്നത്. തൊട്ടടുത്താണ് വീടെങ്കിലും ഒരു 5-8 വീട് അപ്പുറമാണ്. എല്ലാ ദിവസവും കഴിയുന്ന സമയങ്ങളിലൊക്കെ അവൾ അവിടെ പോവുകയും അവർക്ക് വേണ്ട, കാരണം അവർ ഇങ്ങോട്ട് വരാൻ ഇവിടെ നിന്നല്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലോട്ടായാലും വരാനായിട്ട് അവർ അവിടെ ആയതുകൊണ്ട് ഇത്ര കാലം കൊണ്ട് നിന്ന ഒരു ഭവനമായതിൻ്റെ പേരിൽ അവർക്ക് അവിടെ നിന്ന് പോരാനായിട്ട് കുറച്ച് ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവളാണ് അവിടെ പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിനിടയിൽ അതും ചെയ്യണം. പിന്നെ ഒരു പ്രവാസി എന്ന നിലയിൽ എൻ്റേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് ചെയ്യുന്നത്. വളരെയധികം ത്യാഗപൂർണ്ണമാണ് ചില സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ. പക്ഷെ അതെല്ലാം തമ്പുരാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നാറ്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് അസ്വസ്ഥതകളുണ്ട് അതൊന്നും ആൾ പറയാറില്ല. സ്വയമായിട്ട് ഏറ്റെടുത്ത് മക്കളതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇന്നത് കിട്ടണം, ഇന്നത് വാശി, അല്ലെങ്കിൽ ഇന്നത് കിട്ടിയാൽ കഴിക്കൂ, അങ്ങനെയൊന്നും അവർ പറയാറില്ല. ഞാൻ അവരോട് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാറ്. അവരാൽ കഴിയുന്ന പണികളെല്ലാം അവർ ചെയ്യും.
പുറത്ത് പോകുമ്പോൾ ഇപ്പോഴുള്ള എല്ലാ ഫംഗ്ഷനുകളും നൈറ്റാണ്. അപ്പോൾ അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു നമ്മളിൽ. ഇവിടെ നിന്ന് എങ്ങനെ പോകും, ബസ് കയറി പോകണം, തിരിച്ചു വരണം. ഇന്ന് അപ്പോൾ അങ്ങനെയായപ്പോൾ അവൾ തന്നെ സ്വയം ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ വണ്ടിയായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമാണ്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു അസ്വസ്ഥതകളില്ല. നല്ല ഓർമ്മകളുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അപ്പൻ, അമ്മ, അതുപോലെ തന്നെ ബ്രദർ, സിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ബ്രദറുടെ വൈഫ് ഉണ്ടായിരുന്നു. പെണ്ണ് കാണാൻ പോയി. എനിക്ക് ഒരു നാലാമതായിട്ടാണ് ആളെന്നെ കാണാൻ വന്നത്. നാലാമത്തെ ഒരു ചെറുക്കനായിട്ടാണ്. ആളും ആളുടെ അളിയനും കൂടിയാണ് വന്നത്. എനിക്കൊരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേക്കപ്പോ കാര്യങ്ങളോ എനിക്കിഷ്ടമല്ല. അപ്പം നാച്ചുറലായിട്ട് പോയത്. എന്നെ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ കല്യാണം കഴിച്ചാൽ മതി എന്നൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഞാൻ പോയത്. മുടി ഇരുട്ടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടില്ലാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. താടിയൊക്കെ ഒരു സെറ്റ് ചെയ്യേ, ഒരു പെണ്ണ് കാണുന്ന ഒരു രീതിയിലല്ല ആൾ വന്നായിരുന്നത്. ഏതോ ഒരു ഡ്രസ്സ്, ഒരു ഗൾഫുകാരൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഭയങ്കര സെറ്റപ്പിൽ വരുന്ന ഒരു ഗൾഫുകാരനാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വട്ടം പോയിട്ടുണ്ടായിരുന്നു. ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സാരി എടുത്ത് കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ആൾ മുടിയായിരുന്നു. പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഭയങ്കര കെയറിങ് ആണ്. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരാളാണ്. ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ആള്. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നെ നന്നായി സഹായിക്കും. ഭയങ്കര സ്നേഹമാണ് ആള്. എന്ത് തീരുമാനം എടുക്കുമ്പോഴും എൻ്റെ അടുത്തത് മുന്നിൽ ചോദിക്കും. എൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ടാണ് അത് ആള് തീരുമാനം എടുക്കാറുള്ളൂ. സ്ട്രെയിറ്റ് പോ. ഞങ്ങൾ ആൾക്ക് ആഗ്രഹം ഇല്ലെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം എന്താന്ന് നോക്കി അത് ചെയ്തു തരാനായിട്ട് ആൾ ശ്രമിക്കാറുണ്ട്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറയും, മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തും. ആൾ പെട്ടെന്ന് ചൂടാവും. ഞാനും ചൂടാവണ ഇതിലാണ്. പക്ഷെ കുറച്ചുകൂടിയും എന്താ പറയുക, സൈലൻ്റായിട്ട് കേൾക്കാൻ ഞാൻ ശ്രമിക്കാറ്. ആള് അങ്ങനെ സൈലൻ്റായിട്ട് കേൾക്കാൻ തുടങ്ങി പെട്ടെന്ന് ഷൗട്ട് ചെയ്യണ ഒരു കൂട്ടത്തിലാണ്. ഉള്ളിലൊന്നുമില്ലാതെ എനിക്കറിയാം, പക്ഷെ എടുത്തു ചാടി പെട്ടെന്ന് ഷൗട്ട് ചെയ്യും. ഞാൻ എപ്പോഴും ബൈബിളിലൊരു വാക്യമാണ് അവളോട് പറയാറുള്ളത്: സൂര്യൻ അസ്തമിക്കുന്നവരെ നിങ്ങളുടെ കോപം നീണ്ടു നിൽക്കാതിരിക്കട്ടെ. അതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ ആദ്യമേ പറയാറുണ്ട്, വൈകിട്ട് 6-6:30 സ്നേഹം ആയിക്കോളണം. അതുപോലെ തന്നെ ആൾ തന്നെയാണ് ആദ്യം സോൾവായി എൻ്റെ അടുത്തേക്ക് വരാറുള്ളത്. ആൾ തന്നെയാണ്. ഞാൻ ഇത്തിരി സ്ലോ ആയിട്ടാണ് വയലൻ്റ് ആവാറുള്ളെങ്കിലും സ്ലോ ആയിട്ട് തന്നെയാണ് ഇണങ്ങാനും ശ്രമിക്കാറുള്ളൂ. പക്ഷെ ആളങ്ങനെയല്ല. പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് സ്നേഹം എന്നോട് പറയും. ഒരു രാത്രിയിലും അധികം നീണ്ടു പോകരുത് നമ്മുടെ പിണക്കം എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് സോൾവ് ആവാറുള്ളത്. എൻ്റെ മക്കൾ സമ്മതിക്കില്ല. പപ്പയും മമ്മിയും പിണങ്ങിയിരിക്കുന്നൊരു വിഷയം അവർക്ക് ചിന്തിക്കാൻ പറ്റാറില്ല. അവർ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ മക്കളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് ആ സെറ്റിയുമ്പോൾ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൊന്ത എത്തിച്ചിട്ടാണ് ഞാൻ പിന്നത്തെ കാര്യങ്ങൾ തുടങ്ങാറുള്ളൂ. അത് പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എവിടേക്കെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടാവും. പക്ഷെ ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള മോള് 8:15 പോവുക. 8:15 കഴിയുമ്പോൾ 8:15 തന്നെ ഞാൻ സെറ്റിയുമ്പോൾ വന്നിരുന്ന് രൂപത്തുമാക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു കൊന്ത എത്തിച്ചിട്ടല്ല, ഓരോ രഹസ്യം ഓരോരുത്തരുടെ പറഞ്ഞ് എത്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ തുടങ്ങാറ്. രഹസ്യമായ പ്രാർത്ഥന എനിക്കുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പലരോടും പറയാറുണ്ട്, ഞാൻ ഈശോയായിട്ട് സംസാരിക്കാറുണ്ടെന്ന്. ഞങ്ങൾ കൂട്ടുകാരെ പോലെ സംസാരിക്കാറുണ്ടെന്ന് ഞാൻ പറയാറ്. എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആളോട് ചെന്ന് പറയും, നീ തന്നെയല്ലേ, നീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് നീ എന്തിനാണ് സമ്മതിച്ചത്, നീ എന്തുകൊണ്ട് തിരുത്തിയില്ല എന്നൊക്കെ ചോദിച്ച് ഞാൻ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പലരും എന്നെ അതിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയാറുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ ഈശോയായിട്ട് സംസാരിക്കാറുണ്ട്. കൂടുതൽ പള്ളികളിലാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ ഏതെങ്കിലും പള്ളികളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെയാണ്. പ്രത്യേകിച്ച് മറ്റ് വലിയ പ്ലേസുകളിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ പോകാറുള്ളത്. ഇനി ഒരു വിദേശ യാത്ര, അതായത് ഒരു ജെറുസലേം യാത്ര എനിക്കും ഹസ്ബൻഡിനും മാത്രമായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഓൾറെഡി 2-3 രാജ്യങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് എനിക്ക്
വിശുദ്ധനാടൊന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് വൈഫുമായിട്ട്. മക്കളെ കൂട്ടാതെ തന്നെ പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രായമാകുമ്പോഴോ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന സമയത്ത് നിങ്ങൾ പോയിക്കൊള്ളണം. ഞാനും ഭാര്യയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അതൊരു രസമാണെന്ന് എനിക്ക് എൻ്റെ വീട്ടിലെ അനുഭവം കൊണ്ട് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ മകളാണ്. എല്ലാവരും കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ട് ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചും കൂടി നിന്നപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വിഷമവും ദുഃഖമുണ്ട്. അത് ഇവരെന്തെങ്കിലും ഒരു ഫങ്ഷൻ ആകുമ്പോൾ ഇവർ എൻ്റെ ചേച്ചിമാർ അവരുടെ ഹസ്ബൻഡുമാരായിട്ട് തിരിച്ച് വരുന്നത് നോക്കി ഞാൻ നിൽക്കണ ഒരു രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൂട്ടുകുടുംബം എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയ പാഠം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറേ മക്കൾ വേണം, അവർ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ അനുഭവിച്ച ആ വിഷമം അവർ വലുതാവുമ്പോൾ അവരുടെ മക്കളുടേതാവുമ്പോൾ അവരും ഒരുമിച്ചൊരു കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഉണ്ടാവണം. ആ സന്തോഷം അവർക്കും കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വിവാഹം വൈകിക്കുന്ന യുവാക്കളോട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ പ്രായത്തിൽ എൻജോയ് ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാം എന്നുള്ളത്. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ മാക്സിമം ഒരു 26-27 വയസ്സിനുള്ളിൽ തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണം. നമുക്കതുകൊണ്ട് ഒത്തിരി നേട്ടങ്ങളാണുള്ളൂ. തമ്പുരാൻ ഒരുക്കി തരുന്ന സമയമാണത്. അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിലെ പ്രയാസങ്ങളും ഞാൻ പരിചയപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഒത്തിരി യുവജനങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. പല ഇതുകളിലും കൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വൈകിക്കരുത്. നല്ല നല്ല അഡ്വൈസുകൾ ഞാൻ കൊടുക്കാറുണ്ട്. കാരണം വിവാഹം എന്നത് ജീവിതത്തിൽ എന്തായാലും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. ജീവിതത്തിൽ പല തടസ്സങ്ങളുണ്ടായിരിക്കും, പക്ഷേ കുടുംബത്തിൽ പല സാഹചര്യങ്ങളൊക്കെ എല്ലാം ഒത്തുവന്നിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തമ്പുരാനോട് ചോദിക്കുക, അതിനുവേണ്ടി ഒരുങ്ങുക. അപ്പോൾ കൃത്യമായിട്ടുള്ള പദ്ധതിയും പ്ലാനും തമ്പുരാൻ വെളിപ്പെടുത്തി തരും. ഈ ഒരു ജീവിതം പറഞ്ഞൊരു പ്രത്യേകതയാണ്. അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഒറ്റയ്ക്കുള്ളത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഈ ഭർത്താവ് മക്കളായിട്ടുള്ളൊരു ജീവിതം അത് നമ്മൾ അനുഭവിച്ചാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആരും അതിൽ ഒട്ടും അമാന്തിക്കരുതെന്നാണ് ഞാൻ പറയാനുള്ളത്. എൻ്റെ കാഴ്ചപ്പാടിൽ ദശാംശം കൊടുക്കണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദശാംശം കൊടുക്കുന്നത് നമ്മൾ ആരും കൃത്യമായിട്ട് ആരും എന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. ആളുകൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ദശാംശം ഞാൻ കൊടുക്കാറില്ലെങ്കിലും, അതായത് കിട്ടുന്നതിൻ്റെ 10% കൊടുക്കാറില്ലെങ്കിലും മാക്സിമം ഒക്കെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകളിൽ അത് ഇന്ന ആളെന്നൊന്നുമില്ല. ആർക്കായാലും ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ആ നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. രണ്ടാമത്തെ മകൻ്റെ പേരിടാൻ തന്നെ കാരണം ഞാനൊരു അന്തോണീസ് പുണ്യാളൻ്റെ ഭക്തനാണ്. ഭക്തൻ മീൻസ് ചെറുപ്പം മുതലേ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് പോകുന്ന ഒരു പ്രകൃതി എനിക്കുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ഏറെക്കുറെ പള്ളികളിലും ഞാൻ അങ്ങനത്തെ ചെട്ടിക്കാട് അതുപോലെ മുരിങ്ങൂരൊക്കെ ഞാൻ പോകാം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് ആൻ്റണി എന്ന് പേരിടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചത്. അങ്ങനെ അവൻ്റെ പേര് ആൻ്റണി എന്ന് ഇട്ടു. അവനൊരു 7 മാസമായപ്പോൾ തന്നെ നമ്മൾ പ്രസവത്തിന് വേണ്ടി വൈഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങിന് മുമ്പായിട്ട് മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോഴാണ് അവന് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ധന്യ ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം അവനെ നമ്മൾ തൃശ്ശൂർ ജൂബിലി, എലൈറ്റ് ഹോസ്പിറ്റൽ, പല സ്ഥലത്തും വൈഫിനെ, ഞാൻ നാട്ടിലില്ല, വൈഫിൻ്റെ ബ്രദറാണ്, എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി എല്ലാ ഡോക്ടേഴ്സും നമ്മളോട് പറഞ്ഞത്
തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വരെ പറഞ്ഞു കുഞ്ഞിനെ നിങ്ങൾ അബോർട്ട് ചെയ്ത് ആയിരിക്കും നല്ലത്. പക്ഷേ കുഞ്ഞ് നോർമലായിട്ട് ജനിച്ചു. 3400 വെയിറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഭാഗങ്ങളും ഓക്കെ. പക്ഷെ അവന് ചില ഭാഗങ്ങളിൽ, അതായത് ഹാർട്ടിലേക്കുള്ള ഞരമ്പുകളുടെ ഇതുകൾ കൂടുതലായിരുന്നു, ബ്രെയിനിലേക്കുള്ള അളവ് കൂടുതലായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് 24 hours തന്നെ കുഞ്ഞ് മരണപ്പെടുമെന്നാണ് അമൃതയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. അമൃതയിലായിരുന്നു ഡെലിവറി. അതിനുശേഷം കുഞ്ഞിനെ നമ്മൾ വീട്ടിലേക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു കുട്ടിയുടെ അമ്മ ഓക്കെയാണ്, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. 24 മണിക്കൂർ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും കാത്തിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു വയസ്സിൻ്റെ പിറന്നാളിൻ്റെ അന്നാണ്, നേരം വെളുക്കുമ്പോൾ പിറന്നാൾ, പുലർച്ചെ 3 മണിക്കവൻ പെട്ടെന്നൊരു പനി വരികയും രാത്രി 12 മണിയായപ്പോൾ ഒരു പനി വരികയും അവനെ തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിന്ന് തമ്പുരാനെടുത്തു. ദൈവം തന്നത് ദൈവം ദാനമായി തന്നു, ദൈവം ദാനമായി തന്നെ തിരിച്ചെടുത്തു. ക്രിട്ടിക്കലായിട്ടുള്ള എന്ത് അവസ്ഥ വരുമ്പോഴും, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്ക് വരുന്ന സമയത്ത് ഞാൻ അവൻ്റെ മുൻപിൽ ചെന്ന് നിന്നാണ് ഞാൻ ചോദിക്കുക. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. എല്ലാ ദിവസവും എവിടെയെങ്കിലും ആ നേരത്തെ യാത്രയിലാണെങ്കിൽ ഞങ്ങൾ ആ യാത്രയിലും വണ്ടിയിലിരുന്നായാലും കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അവരെല്ലാവരും സൈര്യം മക്കൾ തന്നെയാണ് ബൈബിൾ വായനയും അത് ലീഡ് ചെയ്യുന്നതൊക്കെ മക്കൾ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ കിടന്നാലും എന്നെ വന്ന് വിളിച്ച് മമ്മി പ്രാർത്ഥന എത്തിക്കണ്ടേന്ന് പറഞ്ഞ് വിളിച്ച് അവർ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലാറുണ്ട്. മതബോധനം ഞങ്ങൾ അങ്ങനെ മുടക്കാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് മതബോധനത്തിന് പോവാറ്. പിന്നെ ഞാൻ അവിടുത്തെ ഒരു അധ്യാപികം കൂടി ആയതുകൊണ്ട് അതിലോട്ട് മുടക്ക് വരുത്താറില്ല. പിന്നെ ധ്യാനത്തെ ഒരുമിച്ചുള്ളൊരു ധ്യാനത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. മോളുടെ ഹോസ്റ്റലിലാണ്. ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അവൾ ഹോസ്റ്റൽ +1 +2 ഹോസ്റ്റലായിരുന്നു. അതുപോലെ കഴിഞ്ഞ് തന്നെ അവൾ MBBS അഡ്മിഷൻ എടുത്ത് അപ്പോഴും ഹോസ്റ്റലായിരുന്നു. അങ്ങനെ ഒരുമിച്ചുള്ളൊരു മക്കളും എല്ലാവരും ഒരുമിച്ചുള്ളൊരു ധ്യാനത്തിന് ഇതുവരെ പങ്കെടുത്തില്ല. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ദൈവം തരുന്ന മക്കളെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങുക. അത് ജോലി തടസ്സമാണ് അല്ലെങ്കിൽ ഇന്ന സമയം, അതൊന്നുമല്ല നമ്മുടെ പ്രാധാന്യം. നമ്മൾ ദൈവത്തോട് ചോദിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അതിലില്ല. യുവദമ്പതികളോടൊക്കെ ഞാനിപ്പോൾ എല്ലാ പുതിയ ജനറേഷനോടൊക്കെ പറയുന്നത് 4-5 മക്കൾ തന്നെ വേണം. മക്കള് നമ്മൾക്ക് ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മക്കളെല്ലാവരും കൂടി ഒരുമിച്ച്, മാതാപിതാക്കളും മക്കളും കൂടി ഒരുമിച്ച് നിന്ന് അവരുടെ ചിരിയും കളിയും തല്ലുപിടുത്തവും എല്ലാം കാണുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അത് എത്ര ടെൻഷനും കാര്യങ്ങളായാലും പിള്ളേർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അമ്മ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അമ്മയ്ക്ക് ടെൻഷൻ, എന്താ വിഷമം, ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവം ഉണ്ടല്ലോ. അത് 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 എത്ര മക്കളുണ്ടെങ്കിൽ തന്നെ നമുക്കത് അറിയുള്ളൂ. ഞാൻ ഒന്ന് വയ്യാതെ കിടക്കുമ്പോൾ എല്ലാവരും ചുറ്റും കൂടി വന്നിരുന്നിട്ട് അമ്മ ഇങ്ങനെ കിടന്നാൽ ഞങ്ങൾക്ക് ഉഷാറുണ്ടാവില്ല. അവർ പറയുമ്പോൾ നമ്മുടെ വയ്യായൊക്കെ മറന്ന് അവരുടെ കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് നമുക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു ചെറുപ്പമായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.